ഹൈ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. ആദ്യ ഭാഗത്ത് നാം വൃത്തത്തിൻ്റെ ചാപം, മറുചാപം, കേന്ദ്രകോൺ, മറുചാപത്തിലെ കോൺ, മറുചാപത്തിലെ കോണും കേന്ദ്രകോണും തമ്മിലുള്ള ബന്ധം, ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ, അവയുടെ തുക, ഇതിനെക്കുറിച്ച് നാം പരിചയപ്പെട്ടു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 100 ഡിഗ്രി ദെൻ വാട്ട് ഈസ് ആംഗിൾ എ പി ബി? കോൺ എ ഒ ബി 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ കോൺ എ പി ബി എത്രയാണ്? അതിനായിക്കൊണ്ട് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന് നമുക്കറിയാം. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. ഇവിടെ എ ഒ ബി ആണ് കേന്ദ്രകോൺ, എ പി ബി ആണ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്, മറുചാപത്തിലെ കോൺ. ആയതുകൊണ്ട് ആംഗിൾ എ പി ബി ഈക്വൽ ടു 1/2 ഇൻറ്റു ആംഗിൾ എ ഒ ബി, that is 1/2 into 100, which is equal to 50 degree. Second question, O is the center of the circle and central angle of arc AB, that is angle AOB equal to 110 degree. It is given. Then what is angle APB? കോൺ എ ഒ ബി, അതായത് എ ബിയുടെ കേന്ദ്രകോൺ 110 തന്നിട്ടുണ്ട്. കോൺ എ പി ബി എത്രയാണ്, കോൺ എ ക്യു ബി എത്രയാണ് എന്ന് കണ്ടെത്തണം. എ ഒ ബി 110, ആംഗിൾ എ പി ബി ഈസ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്, മറുചാപത്തിലെ കോണാണ്. ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആയതുകൊണ്ട് ആംഗിൾ എ പി ബി, ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആംഗിൾ എ പി ബി ഈക്വൽ ടു 1/2 ഇൻറ്റു 110 വിച്ച് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പോൾ എ പി ബി 55 ഡിഗ്രി എന്ന് കിട്ടി. ഇനി വാട്ട്സ് ആംഗിൾ എ ക്യു ബി? കോൺ എ ക്യു ബി കാണണം. നോക്കൂ, ആംഗിൾ എ ക്യു ബി ആൻഡ് ആംഗിൾ എ പി ബി ആർ ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്. ഒരേ ചാപത്തിലെ കോണുകളാണ്. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്, ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ് എന്നറിയാം. ആയതുകൊണ്ട് ആംഗിൾ എ പി ബി 55, അപ്പോൾ ആംഗിൾ എ സി ബി എം 55 ഡിഗ്രി. In the given figure, O is the center of the circle. Angle APB, given that angle APB equal to 30 degree. Find angle AOB and angle AQB. ഈ രണ്ട് കോണുകളും കണ്ടെത്തണം. എ പി ബി 30 തന്നിട്ട് ആംഗിൾ എ ഒ ബിയും ആംഗിൾ എ ക്യു ബിയും കാണണം. അതിനായിക്കൊണ്ട് ആംഗിൾ എ ഒ ബി ഈസ് ദ സെൻറ്റർ ആംഗിൾ ഓഫ് ആർക്ക് എ ബി. സെൻട്രൽ ആംഗിളാണ്. സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ദ ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. ആയതുകൊണ്ട് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 2 ഇൻറ്റു 30 ഡിഗ്രി. സെൻട്രൽ ആംഗിള് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾസിൻ്റെ ഡബിളാണ്, 30യുടെ ഡബിളാണ്. ആംഗിൾ എ പി ബി, ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് അപ്പോൾ 2 ഇൻറ്റു 30 ഡിഗ്രി. ആൻഡ് ദെൻ ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യു ബി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം സം ഓഫ് ആംഗിൾസ് ഇൻ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് 180 ഡിഗ്രി. ചാപത്തിലെയും മറുചാപത്തിലെയും കൂടെ കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ എ പി ബി മറുചാപത്തിലെ കോൺ, എ ക്യു ബി ചാപത്തിലെ കോൺ
ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ അനുപൂരകമാണ്. കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ APB 30 പ്ലസ് ആംഗിൾ AQB ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AQB ഈക്വൽ ടു 180 മൈനസ് 30 ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, who is the center of the circle? Some angles are given. Alternate angle in the alternate arc, central angle in the arc are given. Angle PAQ equal to 25 degree. Find angle POQ കാണണം. POQ സെൻട്രൽ ആംഗിൾ ആണ്. ഇത് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്കിൻ്റെ ഡബിളാണ്. ഇവിടെ PAQവിൻ്റെ ഡബിളാണ്. അപ്പോൾ 2 × 25 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി, 50 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇനി ആംഗിൾ വാട്ട് ഇസ് ആംഗിൾ PBQ കാണണം. Angle PAQ and angle PBQ are angles in an arc and alternate arc. ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകളാണ്. ആംഗിൾ PAQ പ്ലസ് ആംഗിൾ PBQ ഇത് രണ്ടും കൂടെ ചേർന്നാൽ 180 കിട്ടും. അപ്പോൾ ആംഗിൾ PBQ കാണാൻ 180 മൈനസ് PAQവിന് പകരം 25, 30, 50, 80, 1, 155. അപ്പോൾ PBQ പറഞ്ഞ ആംഗിൾ നമുക്ക് കിട്ടി 155 ഡിഗ്രിയാണ്. ഇനി PCQ കാണണം. PBQ 155 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ PCQ കാണണം. ആംഗിൾ PCQ പ്ലസ് ആംഗിൾ PBQ ഈക്വൽ ടു 180. കാരണം ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ അനുപൂരകം. ഇവിടെ PBQ തന്നുണ്ട്. PBQ 155. അപ്പോൾ PCQ കാണാൻ PCQ സമം 155 നോക്കാം. 155നോട് എത്ര ചേർന്നാലാണ് 180 കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ PCQ സമം 180 മൈനസ് 155 ഈക്വൽ ടു 25. It is equal to 25 degree. In the figure, O is the center of the circle. A, B, P, Q are points on the circle. Given that angle APB equal to 140 degree, then what is angle AOB and what is angle ARB and angle AQB? We have angles in an arc and alternate arc are supplementary. ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ അനുപൂരകമാണ്. ആൻഡ് ആംഗിൾ APB പ്ലസ് ആംഗിൾ ARB ഈക്വൽ ടു 180 ഡിഗ്രി. APB ആംഗിൾസ് ഓൺ ആൻ ആർക്ക്, ചാപത്തിലെ കോൺ. ARB ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. APB ചാപത്തിലെ കോൺ, ARB മറുചാപത്തിലെ കോൺ. ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ അനുപൂരകം. ആംഗിൾ APB പ്ലസ് ARB ഈക്വൽ ടു 180 ഡിഗ്രി. Therefore 140 plus angle ARB equal to 180 degree. Angle ARB equal to 180 minus 140 which is equal to 40 degree. Then what is angle AQB? Angle AQB and angle ARB are angles on the same arc.
Angle AQB and angle ARB are angles on the same arc. So they are equal. So angle ARB equal to angle AQB equal to 40 degree. ARB 40 degree. So angle AQB equal to 40 degree. Then what is angle AOB? What is angle AOB? Angle AOB is the central angle. AOB എന്നത് കേന്ദ്രകോണാണ്. കേന്ദ്രത്തിലെ കോൺ, കേന്ദ്രകോൺ, ചാപത്തിൻ്റെ കേന്ദ്രകോൺ മറുചാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ്. ആംഗിൾ AOB, central angle of an arc is double the angle in the alternate arc. AOB മറുചാപത്തിലെ കോണായ ARBയുടെ ഇരട്ടിയാണ്. അതുകൊണ്ട് AOB ഈക്വൽ ടു 2 into 40 degree equal to 80 degree. Twice the angle in the alternate arc. So AOB equal to 80 degree. In the figure, the angle AOB, central angle of major arc, വലിയ ചാപം, ദീർഘചാപം AOBയുടെ കേന്ദ്രകോൺ 230 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ ഓഫ് ദ മേജർ ആർക്ക് APB, വലിയ ചാപം, ദീർഘചാപം APBയുടെ കേന്ദ്രകോൺ 230 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ AQB കാണണം. ആംഗിൾ APB കാണണം. ആംഗിൾ ARB കാണണം. ആംഗിൾ AOB കാണണം. ഇവിടെ ദീർഘചാപം ABയുടെ കേന്ദ്രകോണാണ്, APBയുടെ കേന്ദ്രകോണാണ് 230. AOBയുടെ ഈ ചാപം AQB, അതായത് മൈനർ ആർക്ക് AB, ലഘുചാപം ABയുടെ കേന്ദ്രകോൺ എന്നത് 360 മൈനസ് 230. കാരണം ഒരു ചാപത്തിൻ്റെയും മറുചാപത്തിൻ്റെയും കേന്ദ്രകോണുകളുടെ തുക 360. സം ഓഫ് ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് ആൻ ആർക്ക് ആൻഡ് alternate arc is 360 degree. AQB arc, APB alternate arc. Sum of the central angles of an arc and alternate arc is 360 degree. Therefore, the central angle of AQB equal to central angle of AQB, that is angle AOB equal to 360 minus 230, which is equal to 130. AOB 130. Since angle AOB 130, angle APB equal to half of 130. Angle APB, angle in the alternate arc, മറുചാപത്തിലെ കോൺ, അത് കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. ആംഗിൾ APB equal to half of angle AOB, that is 1/2 into 130, which is equal to 65 degree. And also angle AQB equal to 180 minus 65. That is angle APB and angle AQB are supplementary. They are angles on an arc and alternate arc. So angle AQB equal to 180 minus 65, which is equal to 115. 115. Angle ARB and angle APB are angles on the same arc. Angle APB equal to angle ARB. They are angles in the same arc, so it is equal to 65 degree.
Next question. In the figure, O is the center of the circle. A, P, B, R, Q are points on the circle. Given that angle AOB equal to 2x, then what is angle AQB? What is angle AQB? Angle AQB is half of the central angle. That is half of 2x, which is equal to x. Then what is angle ARB? Angle ARB equal to angle AQB. കാരണം angles in the same arc. Angles in the same arc are equal. So ARB equal to AQB equal to x. What is angle APB? Sum of angles on an arc and alternate arc are supplementary. Angle APB plus angle AQB equal to 180. അപ്പോൾ angle APB equal to 180 minus angle AQB. That is equal to 180 minus x. 180 minus x. Then what is the central angle of the major arc AQB? Central angle of major arc AQB, which is equal to 360 minus 2x. 360 minus 2x. വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ, മറുചാപത്തിലെ കോൺ, ചാപത്തിലെ കോൺ ഇവ തമ്മിലുള്ള ബന്ധം എന്ന ഭാഗം ഉൾപ്പെടുന്ന പ്രായോഗിക കുറച്ച് പ്രശ്നങ്ങളാണ്, ചില കണക്കുകളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. വീണ്ടും അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.